ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ഇന്നും ഫാമിൽ എത്തിയിരിക്കുകയാണ്. സോ ഫാമിൽ പണിക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇന്നലെ ചെയ്ത് തീർക്കാൻ ബാക്കി വെച്ച് NFT മുകളിലുള്ള ഒരു പൊടിയും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കാം. അതിന് ശേഷം എന്താ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞ് ഒരു 4 ബെഡും കൂടി ബാക്കിയുണ്ട്. സോ ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ സീഡ് ഇടാൻ പോവുകയാണ്. സോ സീഡ് ഇടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടോ, നമ്മൾ ഒയാസിസ് ക്യൂബൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അതായത് നമുക്ക് പല പല വിത്തുകളുണ്ട്. പാലക്കുണ്ട്, ഓക്ക് ലീഫ് റെഡ്, ലൊല്ലോ ബയോണ്ട, ബൊച്ചോയ്, ബേസിൽ, ഇതൊക്കെ നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് സെറ്റാക്കാം. അപ്പം നമ്മളങ്ങനെ ഫൈനലി സ്വീറ്റ്സ് സോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നനച്ച് സെറ്റാക്കി കൊടുക്കാം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറങ്ങാണ്. സോ പോണ വഴി നമ്മുടെ ഫാമിലത്തെ ഓണറിൻ്റെ ആ സാറിന് വീട്ടിൽ നിന്ന് ഒരു പാക്കേജ് എടുക്കാണ്ട്. അതിനുശേഷം നമ്മുടെ അമ്മമ്മ അപ്പാപ്പന് യൂസ് ചെയ്യണ നോക്കിയയുടെ ഫോണിൻ്റെ ചാർജർ പോയി. സോ ആ ഒരു ചാർജർ മേടിക്കണം. സോ അതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഓപ്പോസിറ്റ് വീട്ടിൽ ആരും നിൽക്കണേന്ന് നോക്കിയ അൾട്ടിമേറ്റ് പീകോക്ക്. ഇപ്പം താഴത്തേക്ക് ചാടും ചാടി. ഇവിടെ ഇങ്ങനെ കുറേ മയിലിനെ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ പാർസൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചാർജർ മേടിക്കാൻ പോകണം. അപ്പോൾ ഇതുപോലത്തെ ചാർജറാണ് ഗൈസ് മേടിക്കാനുള്ളത്. സോ എന്തായാലും പോയി മേടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ചാർജർ മേടിച്ചിട്ടുണ്ട്. ചാർജർ മേടിക്കാൻ നമ്മളൊന്ന് വേണൂസ് ആർക്കേഡിലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മമ്മി വിളിച്ചിട്ട് പറയണേ, എടാ നിനക്ക് ഇന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ലെറ്ററോ എനിക്കോ എന്ത് ലെറ്ററെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലെറ്റർ എന്താണെന്നുള്ളത് തുറന്നു നോക്കിയിട്ട് വീഡിയോ അയച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണട്ടോ. സോ ഗൈസ്, ഇതാണ് എനിക്ക് വന്ന ലെറ്റർ. ടു മിസ്റ്റർ അലൻ ആൻ്റണി, ഗ്രീറ്റിംഗ്സ് ഫ്രം അലയൻസ് SN കോളേജ്, അലയൻസ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോനെ ഗൈസ് ഉള്ളിൽ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷനൊക്കെ പോലത്തെ എന്തോ സാധനം ലെറ്ററൊക്കെ അടിച്ച് തന്നിട്ട്, പിന്നെ അവിടുത്തെ ഫീ സ്ട്രക്ചർ, പിന്നെ അവിടുത്തെ ഒരു മാഗസീനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അവിടെ എന്തൊക്കെ പ്രോഗ്രാംസ് അവർ ഓഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ മോനെ സീൻ ക്യാമ്പസൊക്കെ ആണെന്ന് തോന്നുന്നു. ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA ഹോണേഴ്സ് ഉണ്ട്, MBA ഉണ്ട്, പിന്നെ എന്താ കരിയർ എന്തൊക്കെയോ ഉണ്ട്. ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ്സ് എൻഗേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ലിങ്കേജസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പ്രോഗ്രാംസ് ഓഫർഡ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ലെറ്ററിൽ എന്താ എഴുതിയെന്നുള്ളത് സോ ഗൈസ്, ലെറ്ററിൽ എന്ത് എഴുതിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റർ അലൻ ആൻ്റണി, ഗ്രീറ്റിംഗ്സ് ഫ്രം അലയൻസ് SN കോളേജ്. We are writing formally to invite you to join our MBA program. Your participation in MAT exam has make us consider you for എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ലെറ്ററിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് എനിക്ക് ലെറ്റർ അയച്ചേക്കുന്നു ഗൈസ്. ഞാൻ ഇത്ര വലിയ സംഭവം എന്നുള്ളത് ഞാൻ ഇപ്പോഴും അറിയണേ. കാരണം ഒരു കോളേജ് എനിക്ക് പ്ലീസ് ജോയിനർ MBA പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ അയച്ചേക്കുന്നു ഗൈസ്. ഞാൻ മാറ്റ് എക്സാമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്തു. 86% ഉണ്ടായിരുന്നു. പെർസെൻറ്റൈൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഇത്ര വലിയ സംഭവമായിരുന്നു. എന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിലൊരു ലെറ്ററൊക്കെ അയച്ച് അവരുടെ മാഗസീൻ അടക്കം എല്ലാ സംഭവങ്ങളും അയച്ചിട്ട് എന്നെ ക്ഷണിക്കാൻ മാത്രം അത്ര വലിയ സംഭവമായിരുന്നു ഞാൻ. അതും ഇനി അവരെൻ്റെ വ്ളോഗോ എന്തെങ്കിലും സംഭവം കണ്ടിട്ട് ഞാൻ കുറേ സംസാരിക്കും. ഇവൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ കോളേജിനോ യൂണിവേഴ്സിറ്റിനോ ഭാവിയിൽ ഗുണങ്ങളുണ്ടാകും, വലിയ യൂട്യൂബർ സംഭവമൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഗൈസ്. എന്തൊക്കെയായാലും ആദ്യമായിട്ട് ഒരു കോളേജ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്റർ എനിക്ക് അയച്ച്, ഞാൻ ഇത്ര വലിയ സംഭവം ഇപ്പോഴാണ് മനസ്സിലാവണം. സോ ഗൈസ്, അപ്പോൾ ഇത്രയോളം ഇന്നത്തെ ഇവിടെ ഒരു ലെറ്റർ കിട്ടിയ വ്ളോഗായിരുന്നു ഗൈസ് ഇന്ന്. സോ വളരെയധികം സന്തോഷമുണ്ട് ഗൈസ്. കാരണം നമ്മളൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെറ്ററൊക്കെ വരാമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. സോ എന്തായാലും നാളെ ഒരു അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും